വിപണിയിൽ കിയ പുറത്തിറക്കിയ കാർണിവലിനെ ഇന്ത്യക്കാർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇന്നോവയുടെ ടോപ്പ് എൻഡ് വേരിയന്റുകളുടെ വിലയ്ക്ക് ലക്ഷറി കാർ ഫീൽ നൽകുന്ന മൾട്ടിപർപ്പസ് വാഹനം എന്ന നിലയിലാണ് കാർണിവൽ പ്രശസ്തി നേടിയത്. നിലവിൽ നിർത്തലാക്കിയെങ്കിലും പുതുതലമുറ ആവർത്തനമായി ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് കാർണിവൽ. കുറച്ചു നാളുകളായി വാർത്ത കേൾക്കുന്നുണ്ടെങ്കിലും കിയയിൽ നിന്നും ഇതുവരെ മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഈ വർഷം ഒക്ടോബറോടെ കിയ പുതിയ കാർണിവൽ MPV ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓട്ടോ എക്സ്പോയിൽ KA4 ആയി പ്രദർശിപ്പിച്ചതിന്റെ ഫേസ് ലിഫ്റ്റ് ആവർത്തനമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് വിവരം. ലോഞ്ച് ചെയ്യുമ്പോൾ കാർണിവൽ ഒരു പൂർണ്ണ ഇറക്കുമതിയായി എത്തും. പുത്തൻ കിയ കാർണിവലിന്റെ പ്രാദേശിക അസംബ്ലി പിന്നീടായിരിക്കും ആരംഭിക്കുക. അതിനാൽ തന്നെ വില നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആകില്ല ഉണ്ടാവുക. ഒരു കംപ്ലീറ്റ്ലി ബിൽറ്റ് അപ്പ് ഇറക്കുമതി ആയതിനാൽ കാർണിവലിന് തുടക്കത്തിൽ കനത്ത ഇറക്കുമതി നികുതി ഈടാക്കും. ഏകദേശം 50 ലക്ഷം രൂപയോളം ഈ MPVക്ക് വില വരാനാണ് സാധ്യത. ചിലപ്പോൾ ഇത് 60 ലക്ഷം രൂപ വരെയും ഉയർന്നേക്കാമെന്നും കരുതുന്നു. MPVക്ക് ഇപ്പോഴും ഈ ശ്രേണിയിൽ നേരിട്ടുള്ള എതിരാളികൾ ഉണ്ടാകില്ല എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. ടൊയോട്ട വെൽഫെയർ പോലുള്ള ആഡംബര MPVകൾക്ക് താങ്ങാനാവുന്ന പകരക്കാരനാണിത്. ജാപ്പനീസ് MPVക്ക് നിലവിൽ 1.22 കോടി രൂപയോളമാണ് എക്സ്ഷോറൂം വില വരുന്നത്. 30.98 ലക്ഷം രൂപ പ്രാരംഭ എക്സ്ഷോറൂം വില വരുന്ന ഇന്നോവ ഹൈക്രോസ് ആണ് നിലവിൽ വിൽക്കുന്ന ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ MPV. ഇന്ത്യയിൽ ഇതിന് പ്രത്യേക ഫാൻ ബേസ് ആണുള്ളത്. എന്നാലും ആഡംബരത്തിന്റെ കാര്യത്തിൽ കിയ കാർണിവലിനൊപ്പം പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ് സത്യം. വിദേശത്ത് വിൽക്കുന്ന കാർണിവലിന് 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത്. 3.5 ലിറ്റർ V6 പെട്രോൾ, 1.6 ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ്, 2.2 ലിറ്റർ ഡീസൽ എന്നിവയാണിത്. കാർണിവലിന്റെ മുൻ തലമുറ ആവർത്തനത്തിൽ ലഭ്യമായിരുന്ന അതേ 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കാം വരാനിരിക്കുന്ന കാർണിവലിനും തുടിപ്പേകുക. പരമാവധി 200 bhp കരുത്തിൽ 400 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഇത്. 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായാവും എഞ്ചിൻ സ്റ്റാൻഡേർഡായി ജോഡിയാക്കുക. ഫ്രണ്ട് വീൽ ഡ്രൈവ് സെറ്റപ്പിൽ തന്നെയായിരിക്കും MPV ഇനിയും നിരത്തുകളിലേക്ക് എത്തുക. പുതിയ കാർണിവലിന്റെ ഇന്റീരിയറിലും കാര്യമായ നവീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം. 12.3 ഇഞ്ച് ഡിസ്പ്ലേകൾ, ഇപ്പോൾ സെൻട്രൽ സ്ക്രീനിന് താഴെ സ്ഥിതി ചെയ്യുന്ന റീഡിസൈൻ ചെയ്ത AC വെന്റുകൾ, ഓഡിയോ കൺട്രോളുകൾ, റോട്ടറി ഡ്രൈവ് സെലക്ടർ, ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാമറകൾ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഡിജിറ്റൽ റിയർ വ്യൂ മിറർ പോലുള്ള സംവിധാനങ്ങളെല്ലാം MPVക്കും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത ഡിജിറ്റൽ കീ, ഡാഷ്ബോർഡിൽ ആംബിയൻ ലൈറ്റിംഗ്, 7, 9, 11 സീറ്റർ സജ്ജീകരണം ഉൾപ്പെടെ ഒന്നിലധികം സീറ്റിംഗ് ലേഔട്ടുകളിലും പുത്തൻ കിയ കാർണിവൽ സ്വന്തമാക്കാം. അതേസമയം ഇന്ത്യയിൽ ഏതൊക്കെ ഓപ്ഷനുകൾ ലഭ്യമാകുമെന്ന വിവരങ്ങളൊന്നും കമ്പനി ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നതിനാൽ ദീപാവലിക്ക് മുൻപ് ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.